നിങ്ങൾ ഒരിക്കലെങ്കിലും മലാന വില്ലേജിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അന്യൊന്ന് ആലോചിക്കണം ഒന്നും കേട്ടോ. മണിക്കൂറിന് ശേഷം ആ പിന്നെയും ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ വ്യൂ നോക്കിയിരുന്നു. ഇതിൻ്റെ മുമ്പിലുള്ള വ്യൂ എനിക്ക് ഞാൻ കാണിച്ചു തരാം. 1 മണിക്കൂറോളമായി അവിടെ ഇരുന്നിട്ട്. ഇതിനെ വേഗം പോയിട്ട് എന്തിനാ, നല്ല മഴയുണ്ട്, ചെറിയൊരു മഴ കുറഞ്ഞു കേട്ടോ. എൻ്റെ വേഗം മേലെ കയറാം. ഈ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല രസമുണ്ട് അല്ലേ. ഇവിടെ ഇരുന്നാലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരുന്നാലുള്ള വ്യൂ, വ്യൂ മാൻ. ഏയ് എന്താടാ മലൻ്റെ മേലാന്നൊന്നിന് കുത്തി മലത്തി ഇട്ടേക്കല്ലേ, അല്ലാതെ തന്നെ ചാകാനായിട്ടുള്ള. ഓ അയ്യാ, ഇതിങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ കയറുന്നേനില്ലേ വ്യൂ ഇല്ലേ സീന. നിങ്ങൾക്ക് ഞാൻ താഴേന്ന് ആടുന്ന് ഞാൻ നിങ്ങൾക്കൊരു വ്യൂ കാണിച്ചു തന്നില്ല. ഇങ്ങനെ കൈനെ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ആടെ ആ മലയാളം വില്ലേജിൽ നിന്ന്. അതാണിത്. ഇതല്ല ഗായ്സ്, ഇനിയും പോകാനുണ്ട്. അയ്യോ, ഞാൻ വിചാരിച്ചു ഇതായിരിക്കും. ഇനിയും മേലോട്ടുണ്ട്. ഇത് കാണുന്നില്ല, അട്ടത്താട്ടാ. ഇതെല്ലാം എങ്ങനെയാണ് ഇവരെല്ലാം ജീവിക്കുന്നത്? ഇവരൊന്നും പുറത്തിറങ്ങണ്ടോളി. ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ചെറിയ മല പോലെ തോന്നും. നിങ്ങൾ ഒരിക്കലെങ്കിലും മലാന വില്ലേജിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അന്യൊന്ന് ആലോചിക്കണം ഒന്നും കേട്ടോ. ഇത്ര വലിയ വേഗം അന്നേരം ഇങ്ങൾക്ക് തിരിയും ഞാൻ എങ്ങനെയായി കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇരിക്കും. അല്ലാണ്ട് ഇങ്ങൾക്കിത് കണ്ടാൽ തിരിയൂല. താഴോട്ടൊന്നും കാണാത്ത റബ്ബേ. എൻ്റെ പ്രതീക്ഷ തെറ്റായിപ്പോയി. ഇനിയും റോഡുണ്ടല്ലേ മുത്തേ. ഇതെല്ലാം എന്നാണ് സാധനം. ഓർത്തു ഇപ്പം ഇങ്ങനെ കാണിച്ചെന്ന വഴി കൊടുത്തു. അതും പോയാ അപ്പുറത്തെ ആ മലയോ അടുത്ത മലയൊന്നും കാണില്ല. എന്ത് കഥ ഇതാ. തേനീച്ച കൂടി വെച്ചിട്ടുണ്ട് ആ മരത്തിൻ്റെ. ഞാൻ ഒറ്റക്ക്, ഒരാളില്ല ഈ മലൻ്റെ മുകളിൽ.